ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ സാംസങ്ങിൻ്റെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ സാംസങ്ങിൻ്റെ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. സാംസങ് F05 അതുപോലെ തന്നെ M05 എന്നീ ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. വളരെ ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. അപ്പം 6.8 HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. 60 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. MediaTekന്റെ Helio G85 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററി, 25 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 6500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണുകൾ ഇപ്പം അവൈലബിൾ ആണ്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം, ഒരു 9000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എത്തിക്കാം എന്നുണ്ടെങ്കിൽ സാംസങ് F14 4G അതുപോലെ തന്നെ M14 4G എന്നീ ഫോണുകൾ വരുന്നുണ്ട്. ഈ ഫോണുകളിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 90 Hz റിഫ്രഷ് റേറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സെയിം ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. M14 എന്നുള്ള സ്മാർട്ട് ഫോൺ 8800 രൂപ പ്രൈസ് റേഞ്ചിലും F14 എന്നുള്ള സ്മാർട്ട് ഫോൺ 9000 രൂപ പ്രൈസ് റേഞ്ചിലുമായിട്ടാണ് വരുന്നത്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 12000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F14 M14 എന്നീ ഫോണുകളുടെ 5G വെർഷൻ വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ നമുക്ക് AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഒരു ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് തന്നെ വരുന്നുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ MediaTek Dimensity 6100+ എന്ന പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് ഇത്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടാണ് വരുന്നത്. 12000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 15400 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം M35 5G എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പം ഇതിലോട്ട് വരുമ്പം എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് വെച്ചാൽ പഞ്ചോൾ ഡിസൈൻ എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. Exynosന്റെ 1380 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ OISന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആവുന്നുണ്ട്. 13 MP സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെയിം ആയിട്ടുള്ള 6000 mAh ബാറ്ററി, 25 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടാണ് വരുന്നത്. 15400 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 19000 21000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് F55 അതുപോലെ തന്നെ M55S എന്നീ ഫോണുകൾ വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. പിന്നെ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. F55 എന്ന സ്മാർട്ട് ഫോൺ 19250 രൂപ പ്രൈസ് റേഞ്ചിലും M55S എന്നുള്ള സ്മാർട്ട് ഫോൺ 21000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 32000 രൂപ പ്രൈസ് റേഞ്ചിൽ S23 FE എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.4 ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Exynosന്റെ 2200 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+8+12 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ 16 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. 4500 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടും 10 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 32000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ സാംസങ് S23 എന്നുള്ള സ്മാർട്ട് ഫോൺ 39000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ 6.1 ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+10+12 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 12 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 3900 mAh ബാറ്ററി വരുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം, ബാറ്ററി കപ്പാസിറ്റി കുറവാണ്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 39000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോണും അവൈലബിൾ ആണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ
54,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് സാംസങ് S24 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സിനോസിൻ്റെ 2400 എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള 4500 mAh ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ആണ്. ഈ ഫോൺ ഏകദേശം 54,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 68,000 രൂപ പ്രൈസ് റേഞ്ചിൽ S24 പ്ലസ് വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 6.8 ഇഞ്ചിൻ്റെ ക്വാഡ് HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 4900 mAh ബാറ്ററി വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് S24 ഇതുപോലെ തന്നെയാണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. ഇനി ഇതിലൊക്കെ എക്സിനോസിൻ്റെ പ്രോസസ്സറാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 75,000 രൂപ പ്രൈസ് റേഞ്ചിൽ S23 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും 6.8 ഇഞ്ചിൻ്റെ ക്വാഡ് HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 200+10+10+12 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 75,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ സാംസങ്ങിൻ്റെ ടോപ്പിൽ വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ S24 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 97,200 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പ് ഒക്കെയാണ് വരുന്നത്. പക്ഷേ ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 50 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. 97,200 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും അവൈലബിൾ ആണ്. പിന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിൻ്റെ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണായിരിക്കും വേണ്ടത്. അപ്പോൾ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് ഫോണും വരുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ഫോൾഡ് ഫോണും വരുന്നുണ്ട്. ഇപ്പം ചെറിയ ഫ്ലിപ്പ് ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Flip 4 വരുന്നുണ്ട്. 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പുറത്ത് 1.9 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 12+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 3500 mAh ബാറ്ററി വരുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 64,000 രൂപ പ്രൈസ് റേഞ്ചിൽ Z Flip 5 വരുന്നുണ്ട്. ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള മെയിൻ ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് വരുന്നത്. പക്ഷേ പുറത്ത് നമുക്ക് കുറച്ചും കൂടി വലിയ 3.4 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പിന്നെ സെയിം ബാറ്ററി സെറ്റപ്പും ക്യാമറ സെറ്റപ്പൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. 64,000 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോൺ നോക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ 85,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Flip 6 എന്നുള്ള ഫോൾഡബിൾ ഫോണും വരുന്നുണ്ട്. ഇതിൽ സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ 50+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 4000 mAh ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം 85,000 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി വലിയ ഫോൾഡബിൾ ഫോൺസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 99,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Fold 4 എന്ന ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ 7.6 ഇഞ്ചിൻ്റെ ക്വാഡ് HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഹാഫിലായിട്ട് 6.2 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+10+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഒരു ഡിസ്പ്ലേയിൽ 4 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഒരു ഡിസ്പ്ലേയിൽ 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉള്ളിലുള്ള ഡിസ്പ്ലേയിൽ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ് വരുന്നത്. 4400 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ സാംസങ് Z Fold 6 എന്ന ഫോൾഡബിൾ ഫോൺ 1,45,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഉള്ളിൽ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് വരുന്നത്. പുറത്ത് നമുക്ക് കുറച്ചും കൂടി വലിയ 6.3 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പം 1,47,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് സാംസങ്ങിൻ്റെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.